Beauty Mark Gold and Diamonds, specially for you. കാലിക്കറ്റ് സർവകലാശാലയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ക്യാമ്പസായി വാഴയൂർ സാഫി കോളേജിനെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ തന്നെ കുളിർമ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിക്കുകയും, കുളിർമ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു കൊണ്ടോട്ടി യുണൈറ്റ് ഫോർ ഡെവലപ്പ് ഇന്റൻസീവ്ലി റിഫൈൻഡ് മോയ്സ്ചർ ഇൻ അറ്റ്മോസ്ഫിയർ അബൻഡന്റ്ലി എന്നതിനെ കോയിൻ ചെയ്തിട്ടുള്ളതാണ് കുളിർമ എന്നുള്ളത്. അതോടൊപ്പം വാഴയൂർ കാർബൺ ന്യൂട്രൽ വാഴയൂർ പഞ്ചായത്ത് എന്ന പഞ്ചായത്തിന്റെ ഒരു പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംസ്ഥാന തലത്തിൽ ഹരിത കേരള മിഷൻ കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് പ്രഖ്യാപനവുമായി വന്നിട്ടുള്ളത്. സാഫി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ ബഹുമതി പത്രം ഏറ്റുവാങ്ങി. 2021 കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കി തുടങ്ങിയ കുളിർമ പദ്ധതിയിൽ സാഫി ക്യാമ്പസിനെ കാർബൺ ന്യൂട്രൽ ക്യാമ്പസാക്കി മാറ്റുന്നതിനായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് ഹരിത കേരള മിഷന്റെ കാർബൺ ന്യൂട്രൽ പദ്ധതിയിൽ വാഴയൂർ ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തുകയും ഹരിത കേരള മിഷന്റെ നിർദ്ദേശപ്രകാരം സാഫി ക്യാമ്പസിനെ കാർബൺ ന്യൂട്രൽ ക്യാമ്പസാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയുമായിരുന്നു. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിന്ദു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിവിധ ബോധവൽക്കരണ പ്രഭാഷണങ്ങളും അവതരണങ്ങളും നടന്നു. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK അബ്ദുറഹ്മാൻ കുളിർമ പ്രൊജക്ടിനെ കുറിച്ച് വിശദീകരിച്ചു. ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ SU സഞ്ജീവ് നെറ്റ് സീറോ കാർബൺ പ്രൊജക്ട് അവതരിപ്പിച്ചു. തിരുവനന്തപുരത്ത് സാധാരണ ഞങ്ങളുടെ സംസ്ഥാന മിഷനിൽ നടക്കുന്ന യോഗങ്ങളിൽ മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഞങ്ങളുടെ കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ TN സീമ ആദ്യം പറയുന്ന വാക്കുകളാണ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ സാഫി കോളേജിന്റെയും. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP വാസുദേവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മലപ്പുറം ജില്ലാ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ P. സീമ ഹരിത കേരള മിഷന്റെ സന്ദേശം കൈമാറി. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന, വാഴയൂർ പഞ്ചായത്ത് 8ാം വാർഡ് അംഗം KP രാജൻ, സാഫി അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ കേണൽ നിസാർ അഹമ്മദ് സീതി, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി P. ഷംലി തുടങ്ങിയവർ പ്രസംഗിച്ചു. എയർവൺ തേഞ്ഞിപ്പലം. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.